ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്, പട്ടാഴി ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഉത്സവത്തിന് അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ, ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ച് അവർക്ക് സന്തോഷത്തോടെ നമ്മളൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് 2 അതിഥികളുണ്ട്, 2 കുഞ്ഞ് അതിഥികളുണ്ട്. അവർക്കാണ് ഞങ്ങൾ മെയിനായിട്ട് അവർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഇരുന്നത് പോലും. അങ്ങനെ 2 പേരും ഹാപ്പിയായിട്ട് വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ജാനിയാണെങ്കിൽ പിന്നെ പായസ കൊതിച്ചാണ്, അവൾക്ക് അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്ക് അവൾ പിന്നെ എല്ലാം ഓഫായി. കുട്ടിമണി കഷ്ടമുള്ളതെല്ലാം നുള്ളി പറയ്ക്ക്, അവൾക്ക് പരിപ്പും ചോറും അത് മാത്രം മതി. എന്നാലും നമ്മൾ നല്ല രീതിയിൽ എല്ലാം ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ സന്തോഷം കഴിഞ്ഞേ ഉള്ളൂ സീരിയസ്ലി ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അതെല്ലാം കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ കുട്ടിമണി അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ എൻ്റെ അടുത്തോട്ടാണ് ശ്രദ്ധ. കാരണം ഞാൻ ഇങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ അവൾക്ക് അപ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ജാനി മോളാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ആ ഗ്യാപ്പിൽ നൈസായിട്ട് അവൾ എൻ്റെ അടുത്ത് തന്നെ, എൻ്റെ തലയിലാണ് വന്നിരുന്നത്. അങ്ങനെ ഞാൻ അവളെ താത്തറക്കി വെച്ച് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനി മോളുടെ വയറെല്ലാം ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ.